ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ C&SVlog. ഇന്ന് നമുക്ക് ഒരു അടിപൊളി വാൾ ഡെക്കർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് പേപ്പർ ട്യൂബ്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം കേട്ടോ. ആകെ നമുക്കൊരു 12 ന്യൂസ് പേപ്പർ ട്യൂബ്സാണ് വേണ്ടത്. ഇപ്പോൾ ഇതുപോലെ 12 എണ്ണവും നമ്മളൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാ ന്യൂസ് പേപ്പർ ട്യൂബിൻ്റെയും 2 എൻഡിൽ നിന്നും കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് 3 എണ്ണം ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്കത് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 3 ന്യൂസ് പേപ്പർ ട്യൂബ്സ് ഒരുമിച്ച് വരുന്ന രീതിയിലാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കതൊരു സ്ക്വയർ ഷേപ്പിലായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഭാഗം ഇങ്ങനെ പുറത്തേക്ക് നിൽപ്പുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കറക്റ്റ് ആ ഒരു ലെവലാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയേക്കണേ. ഇനിയിപ്പോൾ അതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രൗൺ കളർ അക്രിലിക് പെയിൻറ്റാണ് എടുക്കണേ. നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. പിന്നെ പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്പോഞ്ച് വെച്ചാണ് കേട്ടോ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ബ്രഷ് എടുക്കാം. പക്ഷേ നമ്മൾ പെയിൻറ്റ് ബ്രഷ് വെച്ചാണ് കൊടുക്കണമെങ്കിൽ കുറച്ചധികം ടൈം എടുക്കും. പിന്നെ അതിൻ്റെ വിടവിലൊക്കെ ആയിട്ട് കറക്റ്റ് ഇങ്ങനെ അടിച്ചടിച്ച് കൊടുക്കണ്ടേ. അപ്പോൾ ഇതുപോലെ സ്പോഞ്ച് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മുടെ പേപ്പർ ട്യൂബ്സിനൊക്കെ പെയിൻറ്റ് ചെയ്തിട്ട് ഞാനതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചേക്കാം കേട്ടോ. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം എടുക്കുക. ഇതിനെ മഷ്റൂം ഫംഗസ് എന്നാണ് കേട്ടോ പറയാം. നമ്മൾ നോക്കുമ്പോൾ ഈ പറമ്പിലൊക്കെ മരത്തിന് മുകളിലായിട്ട് ഇതിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് അങ്ങോട്ട് പറിച്ചെടുക്കുക. എന്നിട്ടൊന്ന് കഴുകിയിട്ട് ഉണങ്ങാനായിട്ട് വെയിലത്ത് വയ്ക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ഉണങ്ങാൻ നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ ചുരുണ്ടു പോകും. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വാർന്നിട്ട് ചെറിയൊരു നനവ് മാത്രം ആകുമ്പോൾ അതെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ പെറ്റൻ്റെ ഷേപ്പിൽ അതിൽ നിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 3 ഫ്ലവേഴ്സാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ ആദ്യം ഓരോ ഫ്ലവറിലും 5 പെറ്റൽസ് വരുന്ന രീതിയിൽ വയ്ക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒട്ടിച്ച് വന്നപ്പോൾ 4 പെറ്റൽസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം വലിപ്പത്തിലുള്ള ഫ്ലവറാണോ വേണ്ടത്, അതുപോലെ എത്ര പെറ്റൽസ് ആണോ വേണ്ടത് അതനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് തന്നെ എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പെറ്റൽസാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണേ. പിന്നെ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ട് എത്ര നാൾ അത് അങ്ങനെ തന്നെ നിൽക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത് വെച്ചൊരു ക്രാഫ്റ്റ് ചെയ്യണത്. അപ്പോൾ അത് എത്രത്തോളം നാൾ നമുക്ക് അങ്ങനെ തന്നെ നിൽക്കുമെന്നുള്ളത് ഒരുറപ്പും പറയാനായിട്ട് വെച്ചില്ല. പിന്നെ ചിലതൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കണല്ലേ. അപ്പോൾ പെയിൻറ്റും വാർണിഷൊക്കെ കൊടുത്തു കഴിയുമ്പോൾ കുറച്ചധികം നാൾ നിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ കൂടുതൽ കാലമൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടുള്ള വേറെ ക്രാഫ്റ്റും ചെയ്യാമല്ലോ. അങ്ങനെ കുറച്ച് പെറ്റൽസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റാണ് എടുക്കണേ. നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് തന്നെ എടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ 2 സൈഡിലായിട്ടും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കാരണം നമ്മൾ പെയിൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം നാൾ നിൽക്കുകയായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ 2 സൈഡിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു സൈഡിൽ മാത്രമേ പെയിൻറ്റ് ചെയ്യുന്നുള്ളൂ. അത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ പെറ്റൽസിനൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എടുക്കാം. എന്നിട്ട് അതിലായിട്ട് ആ പെറ്റൽസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു സൈഡിൽ മാത്രമേ ഒട്ടിച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഒരു അറ്റത്തായിട്ട് നമ്മളൊരു ഫ്ലവർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 2 സൈഡിലും ഓരോ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
ഇപ്പോൾ 3 ഫ്ലവേഴ്സും ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയേക്കണേ. ഇനിയിപ്പോൾ ഞാൻ വൈറ്റ് കളർ ബീഡ്സാണ് എടുക്കുന്നത്. എന്നിട്ട് ഓരോ ഫ്ലവറിൻ്റെയും സെൻറ്ററിലായിട്ട് നമുക്ക് ഓരോ ബീഡ്സ് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ബീഡ്സ് ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും. പിന്നെ ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ പെയിൻറ്റ് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഗ്രീൻ കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്നായിട്ട് ഇതുപോലെ കുറച്ച് ലീവ്സ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതുകൂടി നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓരോ ഫ്ലവറിൻ്റെയും സൈഡിലായിട്ട് 2 ലീവ്സാണ് കേട്ടോ ഒട്ടിച്ചെടുക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ക്യൂട്ടായിട്ടുള്ള വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.